രണ്ട് ഭാവങ്ങൾ, വിരുദ്ധ ഭാവങ്ങൾ ഒരു വസ്തു പ്രകടിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പോൾ പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചം ഇല്ലാത്തതല്ല ആണെന്നല്ല, അതിൻ്റെ സ്വഭാവം എന്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അനിശ്ചിതത്വം തരുന്ന ഒരു വസ്തു നിന്നിൽ എന്ത് ജനിപ്പിക്കും? ആങ്സൈറ്റി, ഉത്കണ്ഠ ജനിപ്പിക്കും. എന്താണ്? ഇതായിരിക്കോ അതായിരിക്കോ എന്നുള്ള കാര്യം അറിയാതിരിക്കുന്ന അവസ്ഥക്കാണ് എന്തെന്ന് പറയുക? ആങ്സൈറ്റി എന്ന് പറയുക. സത്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മായയെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആളുകൾ പറയാറുണ്ട് എല്ലാം മായയാണെന്ന്. സർവ്വമായ എന്ന പേരിൽ ഒരു സിനിമ തന്നെ ഇറങ്ങി. പക്ഷെ എന്താണ് മായ എന്നുള്ളത്? ലോകം മായയാണ്, ഭൂമി മായയാണ്, ഈ അദ്വൈതമൊക്കെ അറിയാമെന്ന് പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ശരിക്കും സാർ എന്താണ് മായ? അത് വളരെ സുപ്രധാനമായ ചോദ്യമാണ്. പലപ്പോഴും മായയെക്കുറിച്ച് ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ അത് ഇല്ലൂഷനാണ് അല്ലെങ്കിൽ ഡെലൂഷനാണെന്ന് പറയും. കാരണം ഇതിങ്ങനെ കണ്ടു, അതങ്ങനെയല്ല കാണേണ്ടത്, വേറൊരു തരത്തിലാണ് കാണേണ്ടത്, ഇതൊക്കെ ഞാനും നീയുമൊക്കെ മായയാണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം മായയാണ്, ഇതെല്ലാം മായയാണ് എന്ന് പറയും. അത് സംബന്ധിച്ച് പല ഇതുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ആന ചവിട്ടാൻ വേണ്ടി വന്നപ്പോൾ സ്വാമി പറഞ്ഞു അത് മായയാണെന്ന് പറഞ്ഞ്, അപ്പോൾ അവസാനം സ്വാമി എഴുന്നേറ്റ് ഓടി. കാരണം ആന ചവിട്ടിക്കഴിഞ്ഞാൽ മായയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശിഷ്യൻ ചോദിച്ച്, അല്ല ഗുരു എന്താ ഓടണേ? ഞാൻ ഓടുന്നു എന്ന് നീ കണ്ടതും മായയാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫലിതങ്ങൾ ഒരുപാട് വരാറുണ്ട്. പക്ഷേ ഈ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത വേദാന്തത്തിലെ വളരെ സുപ്രധാനമായൊരു സാങ്കേതിക പദമാണ്. ശങ്കരാചാര്യർ ആണ് ഈ മായാവാദം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ വിശദമായി യുക്തിപൂർവം അപഗ്രഥിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ ശങ്കരാചാര്യരാണ്. അങ്ങനെയാണ് ഈ ശങ്കരൻ്റെ മായാവാദം എന്ന നിലക്കൊക്കെ അതിനെ പലരും പലപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർവചനമുണ്ട്. ആ നിർവചനം സദ് അസദ് വിലക്ഷണ എന്നാണ്. ഒരേ സമയം ഒരു വസ്തു സത്യമാണെന്നും അസത്യമാണെന്നും തോന്നുന്നതാണ് മായ. ഒരേ സമയം ഒരു വസ്തു വിരുദ്ധ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് മായ. ഇപ്പോൾ ഒരു വസ്തു നമുക്ക് ഈ നിമിഷത്തിൽ സുഖം തരുന്നു, അടുത്ത നിമിഷത്തിൽ ദുഃഖം തരുന്നു. എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ലോ ഓഫ് മാർജിനൽ ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. ഒരു ഓറഞ്ച് തിന്നു കഴിഞ്ഞാൽ 10 സുഖം കിട്ടും. അതിങ്ങനെ കുറേ പോയി കഴിഞ്ഞിട്ട് ഈ ഓറഞ്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമില്ലാത്തൊരു പോയിന്റിലെത്തും എന്നാണത് പറയുന്നത്. കാരണം കൂടുതൽ തിന്നു വരുമ്പോൾ ഇത് കുറഞ്ഞ് സുഖമേ ഇല്ലാത്ത ഒരു പോയിന്റിലെത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ഒരേ സമയം തന്നെ നമുക്ക് ഒരു സമയത്തിൽ, ഈ ഒരു നിശ്ചിത സമയത്തിൽ സുഖം തരുന്നു, അടുത്ത നിമിഷത്തിൽ അത് ദുഃഖം തരുന്നു. അപ്പോൾ ഒരു ചോദ്യം, മൂന്നാമത്തെ നിമിഷത്തിൽ ഇതെന്ത് തരും? സുഖമായിരിക്കുമോ ദുഃഖമായിരിക്കുക? എന്ത് തരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്വഭാവം വിരുദ്ധ ഭാവങ്ങളാകുമ്പോൾ, വൈരുദ്ധ്യം വസ്തു സ്വഭാവമായി കഴിഞ്ഞാൽ സ്വഭാവം നിർണ്ണയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആണ് മായയെ അനിർവചനീയം എന്ന് പറയുന്നത്. നിർവചിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്നാണെങ്കിൽ നിർവചിക്കാൻ കഴിയും. ഒന്നായാലും നമുക്ക് ഏതെങ്കിലും ഒന്നാണെങ്കിൽ നിർവചിക്കാൻ കഴിയും. പക്ഷേ രണ്ട് ഭാവങ്ങൾ, വിരുദ്ധ ഭാവങ്ങൾ ഒരു വസ്തു പ്രകടിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മായ അനിർവചനീയം. അപ്പോൾ മായയുടെ ലക്ഷണമല്ല, വിലക്ഷണമാണ്. സത് അസത് വിലക്ഷണ. ലക്ഷണമാണെങ്കിൽ പറയാൻ കഴിയും, ഇത് പറയാൻ കഴിയില്ല. ഇതാണ് മായയുടെ സ്വഭാവം. അപ്പോൾ പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചം ഇല്ലാത്തതല്ല ആണെന്നല്ല,
അതിൻ്റെ സ്വഭാവം എന്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരേ സമയം അത് മാറുകയും ചെയ്യും, മാറാതിരിക്കുകയും ചെയ്യും. അങ്ങനെ മാറുകയും മാറാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം വിരുദ്ധഭാവങ്ങളാണല്ലോ. ആ വിരുദ്ധഭാവങ്ങൾ വരുന്നത് കൊണ്ട് ഇതിനെ നിർവചിക്കാനും സാധ്യമല്ല. അതെന്താണ് എന്ന് നമുക്കറിയാനും കഴിയില്ല. ആ പ്രപഞ്ചം ഇല്ലാത്തതല്ല ആണെന്നല്ല പറയുന്നത്, പ്രപഞ്ചം ഉള്ളതാണ്. പക്ഷേ നമുക്കതിൻ്റെ സ്വഭാവം എന്ത് എന്ന് നിർവചിക്കാൻ കഴിയില്ല. എന്താ കാരണം? അത് വിരുദ്ധ ഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, മാറ്റം, മാറ്റമില്ലായ്ക. അപ്പം ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ആശ്രയിക്കാൻ കഴിയുമോ? അതാണ് അടുത്ത ചോദ്യം. നിർവചിക്കാൻ കഴിയില്ല, വിരുദ്ധ ഭാവങ്ങൾ കാണിക്കുന്നു, അടുത്ത നിമിഷം അത് എന്ത് തരും എന്ന് നമുക്ക് നിശ്ചയമില്ല, അതുകൊണ്ട് അനിശ്ചിതത്വമുണ്ട്. അങ്ങനെയുള്ളൊരു വസ്തുവിനെ ആശ്രയിക്കാൻ പറ്റുമോ? ബുദ്ധിയുള്ളവരാരും അത്തരം ഒരു വസ്തുവിനെ ആശ്രയിച്ച് ജീവിക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് മായയെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. ഇപ്പം നമുക്ക് സുഖം തന്ന് അടുത്ത നിമിഷം ദുഃഖം തന്ന് പിന്നത്തെ നിമിഷം സുഖം തരുമെന്നൊരു ഉറപ്പില്ല. അതെ, ജീവിതം മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് സുഖം തരും എന്നുണ്ടെങ്കിലും മറ്റൊരു സന്ദർഭത്തിൽ അത് നമുക്ക് ദുഃഖമായിരിക്കും തരിക. അപ്പോൾ സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് എന്ത് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മായ എന്ന് പറയുന്നതിന് ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മായയെക്കുറിച്ച് പറഞ്ഞത്? ഒന്ന്, ഇത് വിരുദ്ധ ഭാവങ്ങളെ കാണിക്കുന്നു, അതുകൊണ്ട് അത് നിർവചിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ ലക്ഷണം എന്തെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നാലാമത്തെ കാര്യം, അതിനെ ആശ്രയിക്കാൻ പറ്റില്ല, അതിനെ ആശ്രയിച്ച് ജീവിക്കാനും പറ്റില്ല. അഞ്ചാമത്തെ കാര്യം, അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ ഇതിനെ ആശ്രയിച്ചിട്ട് ജീവിക്കാൻ സാധ്യമല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ആശ്രയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അനിശ്ചിതത്വം തരുന്നു. അനിശ്ചിതത്വം തരുന്ന ഒരു വസ്തു നിന്നിൽ എന്ത് ജനിപ്പിക്കും? ആങ്സൈറ്റി, ഉത്കണ്ഠ ജനിപ്പിക്കും. എന്താണ്? ഇതായിരിക്കുമോ അതായിരിക്കുമോ എന്നുള്ള കാര്യം അറിയാതിരിക്കുന്ന അവസ്ഥക്കാണ് എന്തെന്ന് പറയുക? ആങ്സൈറ്റി എന്ന് പറയുക. ആങ്സൈറ്റി എപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ടാകും. അതിലേതാണെന്ന് നമുക്ക് നിശ്ചയമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി വരും. നമുക്ക് അതിനകത്ത് ഒരു കാര്യം ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അത് ലഭിക്കാതെ വരുമ്പോഴേക്കും നമുക്ക് ദുഃഖം വരും. സ്വാഭാവികമാണ്. അപ്പോൾ ആങ്സൈറ്റിയും ദുഃഖവും ഒരുമിച്ച് വരുന്നതാണ്. ഇത് ഒന്ന് മാറി വേറൊന്ന് വരുന്നതല്ല. നമുക്കൊരു കാരണവശാലും ഇത് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖമായി. ദുഃഖമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ദുഃഖമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യും എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം ഇതിനകത്ത് സ്വാഭാവികമായിട്ട് വന്നുപെടും. അതുകൊണ്ടാണ് മായയെ ആശ്രയിക്കാൻ പറ്റില്ല എന്നും അത് അനിശ്ചിതത്വമാണ് എന്നും അത് ഉത്കണ്ഠ തരുന്നുണ്ട് എന്നും ആ ഉത്കണ്ഠ ദുഃഖമായിട്ട് മാറുമെന്നും ആ ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവൻ അവനെന്ത് സംഭവിക്കും? അവൻ നശിച്ചു പോകും, നിരാശനായിട്ട് നശിച്ചു പോകും. അങ്ങനെ ദുഃഖത്തിൽ അഭിരമിക്കുന്നവനെയാണ് എന്തെന്ന് പറയുക? ശൂദ്രൻ എന്ന് പറയുക. ശുചം ആദ്രവതി ഇതി ശൂദ്രഃ. ദുഃഖത്തിൽ അഭിരമിക്കുന്നവൻ ആരോ അവൻ ശൂദ്രൻ. അപ്പം നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് നശിച്ചു പോകും എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് നശിക്കില്ല എന്ന് ഭാവിച്ച് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് നശിക്കുമ്പോൾ ദുഃഖം വരും. കാരണം നമ്മുടെ ആഗ്രഹമായിരുന്നു എന്ത്? ഇത് നശിക്കരുതെന്ന്. പക്ഷെ ഇതിൻ്റെ സ്വഭാവം എന്താണ്? നശിക്കുക എന്നുള്ളതാണ്. അപ്പോഴെങ്ങനെയാണ്?
നിത്യവും അനിത്യവും വരുന്നു. ഇതിനാണ് നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്തത്, അനിത്യം എന്ന് പറഞ്ഞാൽ മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറ്റമില്ലാത്തതും മാറ്റമുള്ളതുമാണ് ഒരേ സമയം തന്നെ. ഇപ്പോൾ 5 വയസ്സുണ്ടായിരുന്ന പ്രിയനല്ല ഇപ്പോൾ ഈ 35 വയസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയൻ. എന്നാൽ അങ്ങ് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാറിയിട്ടില്ല. മാറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടുമുണ്ട്. അങ്ങനെ മാറുകയും മാറാതിരിക്കുകയും ചെയ്യാണ്. അപ്പം ഈ മാറ്റത്തെക്കുറിച്ചും മാറാത്തതിനെക്കുറിച്ചും ഓർത്ത് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ മാറുന്നുമില്ല. പ്രിയനായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ 5 വയസ്സിലുള്ള പ്രിയനല്ല 35 വയസ്സിലുള്ള പ്രിയനായിട്ടിരിക്കുന്നത്. അതറിയുകയും ചെയ്യാം. പഴയ പ്രിയനാണോ? അല്ല. പുതിയ പ്രിയനാണോ? അതും അല്ല. അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് സംഗതി എന്നുള്ള കാര്യം നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ മാറ്റം സ്വഭാവമായിട്ടുള്ളൊരു വസ്തുവിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇത് മാറും. കുറേ കഴിയുമ്പോഴേക്കും ഈ ശരീരം ജീർണിച്ചു പോകും. ജീർണിച്ചു കഴിഞ്ഞാൽ അതിനെ സംസ്കരിക്കേണ്ടി വരും. അപ്പോൾ അതതിൻ്റെ സ്വഭാവമല്ലേ. അപ്പോൾ മാറ്റം സ്വഭാവമായിട്ടുള്ളതാണ് ഒന്ന്. അതിനെ ഓർത്ത് ആരെങ്കിലും ദുഃഖിക്കുമോ? ഇനി മാറാത്തതിനെ ഓർത്ത് ദുഃഖിക്കുമോ? ദുഃഖിച്ചിട്ട് ഫലമില്ല. അതാണ് ഗീത പറയുന്ന ഗതാസൂനഗതാസുംശ്ച ന അനിശ്യോച്യന്ത പണ്ഡിതാഹ. മാറ്റത്തെക്കുറിച്ചും മാറ്റമില്ലായ്മയെക്കുറിച്ചും ഓർത്ത് പണ്ഡിതന്മാർ ദുഃഖിക്കില്ല. മാറ്റത്തെക്കുറിച്ചും മാറ്റമില്ലായ്മയെക്കുറിച്ചും ദുഃഖിക്കാത്തവനാരോ അവനാണ് പണ്ഡിതൻ. പണ്ഡിതനൊരു ജാതിയല്ല. മാറുകയും മാറാതിരിക്കുകയും ചെയ്യുന്ന ലോകത്ത് മാറ്റത്തെക്കുറിച്ചും മാറ്റമില്ലായ്മയെക്കുറിച്ചും ദുഃഖിക്കാതിരിക്കുന്നവനാരോ അവനാണ് പണ്ഡിതൻ. ആ പണ്ഡിതൻ മാറ്റവും മാറ്റമില്ലായ്മയെക്കുറിച്ച് ദുഃഖിക്കില്ല. അതിങ്ങനെ പോകും. അതാണ് ശ്രീകൃഷ്ണൻ്റെ സവിശേഷത. ദുഃഖമില്ല. നീയും നിൻ്റെ കുലവും നശിച്ചു പോകുമെന്ന് ഗാന്ധാരി യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് ശപിക്കുമ്പോഴും ചിരി മായാതെ പറയാണ്, ഭഗവതി പറഞ്ഞതൊക്കെ ശരിയാണ്, അത് അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കും അറിയാം. സ്വന്തം വംശം, താൻ വളർത്തിക്കൊണ്ടുവന്ന യാദവ വംശം, ആ യാദവ വംശം വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. കംസൻ്റെ ഈ നിലവറയിൽ കിടന്ന് ചെറുപ്പം മുതലേ കംസൻ്റെ ശല്യങ്ങൾ സഹിച്ച് വധശ്രമങ്ങളെ അതിജീവിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഒരു കംസവധവും കഴിഞ്ഞ് ഇവിടെ വന്ന് അതിൽ നിന്നെല്ലാം വിട്ടുപോന്ന് എവിടെ വന്നിട്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അതിൽ വസിക്കുകയാണ്. മധുരയൊക്കെ വിട്ടുപോന്നല്ലോ. അപ്പോൾ അതിൽ വസിക്കുന്ന ആ വംശവും ആ സാമ്രാജ്യവും നശിക്കും എന്ന് ഒരാൾ ശപിക്കുമ്പോഴും ചുണ്ടിലെ ചിരി മായാതെ അതങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നു. കാരണം അതാണ് പണ്ഡിതൻ്റെ ലക്ഷണം. തനിക്കെതിരെ വരുമ്പോൾ കരയുകയും മറ്റുള്ളവർക്കെതിരെ വരുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ സ്വഭാവം. ആ സ്വഭാവമല്ല അർജുനന് നേരെ തിരിച്ചാ. അർജുനൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തനിക്ക് അനുകൂലമാണെങ്കിൽ എല്ലാം നല്ലത്, തനിക്കെതിരാണെങ്കിൽ എല്ലാം ചീത്ത. അവനോടാണ് പറഞ്ഞ ഗതാസൂനഗതാസുംശ്ച ന അനിശ്യോച്യന്ത പണ്ഡിതാഹ എന്ന് പറഞ്ഞത്. പണ്ഡിതന്മാരത് ചെയ്യില്ല. അപ്പോൾ ജീവിതം മായയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിരുദ്ധ സ്വഭാവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വിലസി നിൽക്കുന്ന ഈ പ്രപഞ്ചമാണ് നമ്മുടെ ജീവിതം. അത് മായാബദ്ധമാണെന്നാണ് പറഞ്ഞത്. മായാബദ്ധം എന്ന് പറഞ്ഞാൽ വിരുദ്ധ സ്വഭാവങ്ങൾ കാണിക്കുന്നു. വൈരുദ്ധ്യം വസ്തു സ്വഭാവമാകുമ്പോൾ നമുക്കതിന് എന്തു ചെയ്യാൻ കഴിയില്ല, നിർവചിക്കാൻ കഴിയില്ല.
അങ്ങനെ നിർവചിക്കാൻ കഴിയാത്ത ജീവിതം. നമുക്ക് ജീവിതത്തെ എവിടെയെങ്കിലും നിർവചിക്കാൻ പറ്റുമോ? ഇന്ന് വരെ ഒരാളും നിർവചിച്ചിട്ടുണ്ടോ? അതിനുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവസാനം കുറച്ച് ദുഃഖം മാത്രമുള്ളൂ എന്ന് കളമനിട്ടയുടെ ഏതൊരു കവിതയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ട് പുതുതായിട്ട് ഈ മണ്ണിൽ ഉള്ളതൊരിത്തിരി ദുഃഖം എന്ന് പറയുന്നുണ്ട്. ആ ദുഃഖം മാത്രമാണ് കാണുന്നത്. കാരണം എല്ലാം പോയി കഴിഞ്ഞാലും ദുഃഖം എന്നാണ് കാണുന്നത്. നമ്മുടെ കവികളൊക്കെ ഈ ദുഃഖത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മൃതരായി ദ്രവിച്ചുപോയി നീ വെച്ച മെഴുകിൻതിരികളും സന്ധ്യേ എന്ന് പറയുമ്പോൾ എല്ലാം തീർന്നു പോവുകയാണ്. ആ എല്ലാം തീർന്നു പോകുന്ന ദുഃഖത്തെക്കുറിച്ചാണ് ഇവരൊക്കെ പറയുന്നത്. ആ ദുഃഖത്തിൻ്റെ ഉപാസകരായിട്ടാണ് കവികളൊക്കെ പലപ്പോഴും മാറുന്നത്. സംസാരസാഗരം ദുഃഖം എന്ന് പറയും. സംസാരസാഗരത്തിൽ ആണ്ടുപോയാലേ ദുഃഖമുള്ളൂ. സംസാരസാഗരത്തെ കാണേണ്ട രീതിയിൽ കണ്ടാൽ ദുഃഖമില്ല, സുഖവുമില്ല, അസുഖവുമില്ല, ശുഭവുമില്ല, അശുഭവുമില്ല. കാരണം ഇതിങ്ങനെ സ്വഭാവം വന്നുകൊണ്ടിരിക്കുകയാണ്. ജനനത്തിൽ സന്തോഷിക്കുകയോ മരണത്തിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല. സംയോഗാത് വിപ്രയോഗാം ച മരണാന്തം ച ജീവിതം. സംയോഗ വിയോഗങ്ങളിലൂടെ മരണത്തിലേക്ക് എത്തുന്നു. സംയോഗം നമുക്ക് ജനനമായിട്ടും വിയോഗം മരണമായിട്ടും മാറുന്നു. അതാണ് പറയുന്നത്. അതാണ് ഈ സംസാരസാഗരം എന്ന് പറയുന്നത്. സാഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുക. അതാണ് ജഗത്യാം ജഗത് എന്ന് ഉപനിഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ജഗത്യാം ജഗത്, ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. ഇത് എഴുത്തച്ഛൻ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന, ആ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് ഭോഗത്തിന് പിന്നാലെ പാഞ്ഞ് 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 പോകുന്നത്. അതിന് പോയവരൊക്കെ പരദാഹമടക്കുവാനതിൻ പിറകെ പാഞ്ഞ് കുഴഞ്ഞു വീണു ഞാൻ. ആധുനിക കവിയും അത് തന്നെയാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞിട്ട് നിവൃത്തിയില്ലാത്ത പോവുകയാണ്. അപ്പോൾ അത് ദുഃഖത്തിലേക്ക് പോകുന്നതാണ് ജീവിതം. അപ്പോൾ ഇവർക്ക് ദുഃഖ പര്യവസായിയാണ് എന്ന് പറയും. അവർ ജീവിതത്തിൽ ദുഃഖം മാത്രമേ കാണുന്നുള്ളൂ. ദുഃഖമുണ്ട്. അപ്പോൾ ദുഃഖമുണ്ടെങ്കിൽ എന്തുണ്ട്? സുഖവുമുണ്ട്. സുഖമുള്ളത് കൊണ്ടാണല്ലോ ഇത് ദുഃഖമാണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ അറിയുമോ? അറിയില്ലല്ലോ. അപ്പോൾ വിരുദ്ധ ഭാവങ്ങളുടെ ഒരു സങ്കലനമായി ജീവിതം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അതിനെ മായ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഈ ജീവിതം മായയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഈ കാണുന്നതാണോ? അല്ല, ഇതിനെ വേറൊരു ഇതല്ല എന്നാണ് പറയുന്നത്. നീ കണ്ടു എന്നുള്ളത് സത്യമാണ്. നിൻ്റെ അനുഭവത്തെ നിഷേധിക്കാൻ കഴിയില്ല, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം എന്താണത്? അത് നിൻ്റെ അനുഭവമല്ലേ. അങ്ങനെ നീ അനുഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? യു ഷുഡ് നോട്ട് ഹാവ് എക്സ്പീരിയൻസ്ഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ആ അനുഭവമുണ്ട്. ആ അനുഭവം നിന്നെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. ഇപ്പോൾ ഇരുട്ടത്ത് ഒരു കയറ് കഷ്ണത്തെ നീ പാമ്പായിട്ടാണ് കണ്ടത്. അയ്യോ പാമ്പെന്ന് പറയുകയും ചെയ്ത് നീ പേടിച്ച് പെട്ടെന്ന് കാല് പിൻവലിച്ച്, റിഫ്ലക്സ് ആക്ഷൻ, കാല് പിൻവലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നീ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്, പാമ്പ് മുമ്പിൽ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നീ കണ്ടത് എന്താണ്? പാമ്പിനെയല്ല കണ്ടത്. അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറയണേ, നീ പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നീ കണ്ടു. പക്ഷെ അത് അങ്ങനെയല്ല. അതാണ് നേതി. നിൻ്റെ അനുഭവത്തെ നിഷേധിക്കുകയല്ല, ഇപ്രകാരമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? നോക്കിയ സമയത്ത് അവിടെ ഒരു ലൈറ്റ് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കയറാണുള്ളത്. അപ്പോൾ അവിടെ കയറാണുള്ളത്. അതുകൊണ്ട് നീ പാമ്പിനെ കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്. നീ കണ്ടത് പാമ്പിനെയാണ്, അത് സമ്മതിച്ചു. കാരണം നിൻ്റെ അനുഭവമാണ്. പക്ഷേ ആ അനുഭവത്തെ കുറേ കൂടി ഉന്നതമായ മറ്റൊരനുഭവം വരുമ്പോൾ ഈ അനുഭവം ഇല്ലാതെയാവും. അപ്പോൾ ഒരനുഭവത്തിൻ്റെ പ്രകാശത്തിൽ മറ്റൊരനുഭവം ഇല്ലാതെയാകുന്നതാണത്.
മനസ്സിലായില്ലേ? അതാണ് ഇത് മാറ്റിയിട്ട് വേറൊന്ന് വരുന്നു എന്ന് പറയുന്നത്. വരുന്നതല്ല, നിൻ്റെ അനുഭവമുണ്ട്, നിൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഇവിടെ കയറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ഫിസിസ്റ്റ് വരുന്നത്. അയാൾ എന്ത് പറയും? കയറല്ല, അത് ദ്രവ്യത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സംയോഗമാണ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഇതെല്ലാം ശരിയല്ലേ? അതെ, എല്ലാം ഓരോരുത്തരുടെ അനുഭവമാണ്. അപ്പോൾ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, കുറേ കൂടി വ്യക്തമായ അനുഭവം ആകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ നിഷേധിച്ചിട്ടില്ല മായ. ഇതിനെ കുറേ കൂടി വ്യക്തമായ രീതിയിൽ കാണാൻ കഴിയും. നീ ഇതിനെ കയറിനെ പാമ്പായി കണ്ടു എന്നുള്ളൊരു വസ്തുതയാണ്. അത് കണ്ടപ്പോഴുള്ള അനുഭവം നിൻ്റേതാണ്. ആ അനുഭവത്തെ ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർ വന്ന് പറഞ്ഞാലും ആ അനുഭവം ഇല്ലാതെയായില്ല. പക്ഷെ അതിനെ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ എന്തായിട്ട് കണ്ടു? കയറായിട്ട് കണ്ട്. അപ്പോൾ അത് കയറാണെന്ന് പറഞ്ഞു. അപ്പോഴാണൊരു ഫിസിസ്റ്റ് വന്നിട്ട് പറയണം, അങ്ങനെയല്ല, അത് ദ്രവ്യത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സംഘാതമാണ്. അയാൾ പറയുന്നതും ശരിയാണ്. ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ആ അനുഭവത്തെയാണ് പറയുന്നത്. അങ്ങനെ പോയി ഇതിൻ്റെ സൂക്ഷ്മത്തിലും അതിഗാഠമായ രീതിയിൽ ഇതിൻ്റെ അനുഭവം നമുക്ക് പറ്റും. അതിൻ്റെ ഫുൾ ഗ്രാവിറ്റിയിൽ പറ്റും. ആ ഗ്രാവിറ്റിയിൽ പറ്റുമ്പോഴാണ് ഒരിക്കലും നമുക്ക് മാറാത്ത ഒരനുഭവത്തിലേക്ക് എത്താൻ കഴിയും. അതെങ്ങനെയാണ്? അതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ നിനക്ക് വാച്ചില്ലേ? ഉണ്ട്. ഇത്രയും സമയം 4:10 കഴിയും. 4:10 ഓക്കെ. നീ അതെങ്ങനെയാണ് കണ്ടത്? അതിൻ്റെ സൂചികൾ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഡയലുണ്ട്, അതെ ഇല്ലേ? അതിനകത്ത് അക്കങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ ഡയലും കൂടി കറങ്ങണമെങ്കിൽ സമയം അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അറിയുന്നത് എന്തിനെയാണ്? മാറ്റത്തെയാണോ മാറ്റമില്ലായ്മയാണോ? രണ്ടും കൂടി ചേർന്നിട്ടാണല്ലേ? അങ്ങനെയാണ് രണ്ടും കൂടി ചേരുന്നത്. ഒന്ന് മാറാതെ നിൽക്കുന്നതിനെയും കാണുന്നുണ്ട്, മാറുന്നതിനെയും കാണുന്നുണ്ട്. അല്ല, നീ കാണുന്നത് എന്തിനെയാണ്? മാറാതെ നിൽക്കുന്നതിനാണ്. അതിനെ കണ്ടിട്ടാണ് എന്ത് പറയുന്നത്? ഇതേ മാറ്റം ഉണ്ടെന്ന്. ഒരേ സ്പീഡിൽ, ഐൻസ്റ്റീൻ്റെ ഉദാഹരണം, ഒരേ സ്പീഡിൽ ഒരേ ട്രെയിൻ ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കുക. ആ ട്രെയിനിൻ്റെ 2 സൈഡിൽ ഓരോരുത്തരിയ്ക്കുന്നുണ്ട്. അവർക്ക് ട്രെയിൻ ഓടുന്നതായിട്ട് തോന്നില്ല. എന്താ ഓടുന്നത്? ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇപ്പുറത്തും ഇരിക്കുന്നു, നീ അപ്പുറത്തും ഇരിക്കുന്നു. നമ്മുടെ 2 പേരുടെ ട്രെയിനും ഒരേ ദിശയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്ത് പറയും? ഓ, ഇതനങ്ങുന്നില്ല കേട്ടോ എന്ന് പറയും. അതെ, അനുഭവപ്പെടുന്നില്ല. അപ്പം മാറുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? മാറ്റം ഉണ്ടായിരിക്കണം. മാറ്റമില്ലായ്മ ഉണ്ടായിരിക്കണം. മാറ്റമില്ലായ്മയെ ചൂണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഇതാ മാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അറിയുന്നത് എന്തിനെയാണ്? മാറ്റമില്ലായ്മയാണ്. മാറ്റമില്ലായ്മയെ അറിഞ്ഞുകൊണ്ട് മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് മാറ്റം മാത്രമാണെങ്കിൽ അറിവേയില്ല. എന്തറിയണമെന്നുണ്ടെങ്കിലും മാറ്റമില്ലായ്മയെ വെച്ചുകൊണ്ട് മാത്രമേ മാറ്റത്തെ അറിയാൻ കഴിയൂ, അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം മാറ്റമില്ലായ്മയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കും. ഇനി നേരെ ഇങ്ങോട്ട് വരൂ. അപ്പോൾ നിത്യതയെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? അറിഞ്ഞു കഴിയുമ്പോഴേക്കുമാണ് എന്ത് പറയുന്നത്? ഇത് അനിത്യമാണ് എന്ന് തോന്നുന്നത്. മാറ്റമില്ലായ്മ അറിയുമ്പോഴാണ് ഇത് മാറ്റമുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ അറിയുന്നത് മാറ്റമില്ലായ്മയെയാണ്. ഇപ്പോൾ നമ്മൾ അറിയുന്നത് എന്തും നമ്മളെപ്പോഴും അറിയുന്നത് സത്യത്തെയാണ്. സത്യമല്ലാത്തതിന് നമുക്കറിയാനും കഴിയില്ല. അപ്പോൾ മായയെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനറിയണം? മാറ്റമില്ലാതെ നിൽക്കുന്ന സത്യത്തെ അറിയണം. അപ്പോൾ നമ്മൾ എന്തറിവ് പറയുമ്പോഴും നമ്മൾ എന്താ പറയുന്നത്? സത്യത്തെക്കുറിച്ചാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്. നമ്മുടെ അനുഭവത്തിൻ്റെ പരിമിതി ഉണ്ട് അതിൽ, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം നീ ആദ്യം കണ്ട പാമ്പിനെ കണ്ടു എന്നുള്ളത് നീ സത്യമാണ് പറയുന്നത്.
കയറിനെ കണ്ടപ്പോൾ അതും സത്യമാണ്, ഇത് മാറ്ററാണെന്ന് പറയുമ്പോൾ അതും സത്യമാണ്. അപ്പം നമ്മൾ പറയുന്നത് മുഴുവനും അനുഭവത്തെ ആശ്രയിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴത് സത്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം മായയുണ്ട് ലോകത്തിൽ എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനറിഞ്ഞുകൊണ്ടാണ്? സത്യത്തെ അറിഞ്ഞുകൊണ്ട് മായയെക്കുറിച്ച് പറയുന്നത്. സത്യത്തെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മായയെക്കുറിച്ച് പറയുന്നത്. ആ സത്യത്തെ അറിഞ്ഞില്ലെങ്കിലോ മായയില്ല, മായയെക്കുറിച്ച് പറയാനും കഴിയില്ല നമുക്ക്. അത് പിന്നെ എന്തായിരിക്കും? അട്ടർ കൺഫ്യൂഷനായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം, വാച്ചിൻ്റെ ഡയലും സൂചിയും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അതിനെയാണ് കയോസ് എന്ന് പറയുന്നത്. ക്രമമില്ലായികയുണ്ട്. ഇവിടെ എല്ലാത്തിനും ക്രമമാണുള്ളത്. ആ ക്രമം നമ്മൾ അറിയണം. ആ ക്രമത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇത് മായയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നത് ആ മായയെ തന്നെ, മായയെ അല്ല, മായക്ക് ആധാരമായി നിൽക്കുന്ന ഒരു മഹാസത്യത്തെയാണ്. എന്താണ് മായ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, നമ്മൾ മായയെക്കുറിച്ച് ഉത്തരം പറയുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മായ എന്ന് പറയുമ്പോൾ മായക്ക് ആധാരമായി നിൽക്കുന്ന ഒരു മഹാസത്യത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെകുത്താനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് അറിയുന്നത്? ഈശ്വരനെക്കുറിച്ച് അറിയുന്നത്. അതാണ് യേശുദേവനും പറഞ്ഞത്. ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഇതല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം ചെകുത്താനാണ് രാജ്യഭാരം നടക്കുന്നത് എന്ന് പറയുന്നിടത്തും യഥാർത്ഥത്തിലെ രാജ്യഭാരം ആരുടേതായിരിക്കും? ഈശ്വരൻ്റേത് തന്നെയായിരിക്കുമെന്ന് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മായാതത്വത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രയോഗമാണത്. ഇത്ര സൂക്ഷ്മത്തിലും രൂക്ഷമായും അതിനെ പ്രയോഗിച്ചത് ഞാൻ വേറൊരാളിലും കണ്ടിട്ടില്ല. കാരണം ഗാന്ധി പറയുന്നുണ്ട്, ചെകുത്താൻ രാജ്യഭാരം നടത്തുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അറിയുന്നത് ഈ സത്യത്തെയാണ്. സത്യത്തെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, യാതൊന്ന് കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്തതതു നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനം. അങ്ങനെയാണത് പറയുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാത്തതാണെന്നല്ല, ഉള്ളതാണ്. നമ്മൾ കണ്ടതിൻ്റെ കുഴപ്പമുണ്ട് നമുക്ക്. അതിനെന്താ കാരണം? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയില്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. എത്ര ശ്രമിച്ചാലും ആ പരിമിതിയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. ഇപ്പം കാഴ്ച നമുക്ക് വിബ്ജിയോറിൽ നിൽക്കുകയാണ്. വയലറ്റ് മുതൽ റെഡ് വരെയുണ്ട്. അത് തന്നെ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, ഗാമ റേസ്, ബാമ റേസ്, കോസ്മിക് റേസ്, എത്രയോ എക്സ്റേ, വൈറേ, ഇങ്ങനെ എത്രയോ റേസ്, രശ്മികളുടെ മഹാസംഘാതങ്ങൾ നമ്മുടെ എല്ലാ കാഴ്ചകൾക്കും അപ്പുറത്തേക്ക് പോവുകയും നമ്മുടെ കണ്ണിൻ്റെ പരിമിതി പരിഹരിക്കുന്നതിന് വേണ്ടി നാം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ചെന്ന് തിരിച്ചു വരികയാണ്. അതിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യഥോ വാചോ മനസ്തന്തി അപ്രാപ്യ മനസാസക എന്ന് പറയാൻ കാരണം. യജോ വാദോ നിവർത്തന്ത്യേ അപ്രാപ്യ മനസാസഹ എന്ന് പറയാൻ കാരണം, എനിക്കിത് വാക്കുകൊണ്ടും പറ്റുന്നില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്ന്, പിന്നെ എന്തു ചെയ്യും? ഇത്രേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിസൂക്ഷ്മമായ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ഗഹനമായ രസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പരിമിതിയല്ലേ? എന്തൊരു പരിമിതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിമിതിയെ എങ്ങനെ അതിലംഘിക്കാമെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ പരിമിതികളില്ലാതെയാവും.
സത്യം അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിമിതികൾ അപ്രത്യക്ഷമാകുന്നത്. അപ്പോൾ മായയെ നമ്മൾ എന്തിനുപയോഗിക്കുകയാണ്? സത്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മായയെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ അതുകൊണ്ടാണ് അവിദ്യയാം മൃത്യും തീർത്വ വിദ്യയാം അമൃതമശ്നുതേ എന്ന് പറയാൻ കാരണം. ഈ അവിദ്യക്ക് ഇടയിലൂടെ നമ്മൾ വിദ്യയെ കാണുകയാണ്, മരണത്തെ അതിജീവിക്കുകയാണ്. ആ മരണത്തെ അതിജീവിച്ച് നിൽക്കുന്ന വിദ്യയെ ഈ അവിദ്യക്കിടയിലൂടെ കണ്ടെത്തുകയാണ്. അവിദ്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് നാശമില്ലാതെ ഈ പ്രപഞ്ചത്തിന് ആധാരമായി നിൽക്കുന്ന വിദ്യയെയാണ്. അതാണ് സത്യം. അതിനെ കണ്ടു കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ ഇതിങ്ങനെയാണ് എന്ന് പറയുന്നത്. കയറിനെ കണ്ടതിന് ശേഷം പിന്നെ ഒരുത്തനത് പാമ്പാണെന്ന് പറയുമോ? പറയില്ലല്ലോ. ഒരു ചെറിയ ജാള്യത തോന്നും. എന്തൊരു കഷ്ടമായിപ്പോയി, ഞാനിതിനെ വെറുതെ പാമ്പായിട്ട് ധരിച്ചു, ഇല്ലേ? ആ ഒരു ജാള്യത വരും നമുക്ക്. അതോടുകൂടി പോയി. ഇത് കണ്ടു കഴിയുമ്പോൾ മറ്റത് പോയി. ഇത് കണ്ടതിന് ശേഷം ഞാൻ പാമ്പിനെയും കണ്ടിട്ടാന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. ഇത് കണ്ട് കയറുണ്ടായിരുന്നു കേട്ടോ, കയറായിരുന്നു, എന്നാലും കഷ്ടം. പിന്നെ ഒരു കാര്യം, നമ്മുടെ കാഴ്ച അന്ന് വിളിച്ചുകൊണ്ടായിരുന്നില്ല, അതുകൊണ്ട് സംഭവിച്ചാണ്, ഒരു ന്യായീകരണമായി. അപ്പോൾ ഈ രീതിയിലാണ് പ്രപഞ്ചം മായാബദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മായയെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ അറിയുന്നത് എന്തിനെയാണ്? സത്യത്തെയാണ്. മായക്കും ആധാരമായി നിൽക്കുന്ന മഹാസത്യത്തെയാണ്. ആ മഹാസത്യം നമ്മുടെ മുന്നിൽ അനുഭവത്തിൽ വരുമ്പോൾ മായ സ്വാഭാവികമായി അപ്രത്യക്ഷമായി പോകും. എപ്രകാരം? ഈ പാമ്പ് കയറിനെ കണ്ടപ്പോൾ ഇല്ലാതായ, അതെവിടെ പോയി എന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട നേരത്തെ ഞാൻ പാമ്പിനെ കണ്ടില്ലല്ലോ. അല്ല, അപ്പോൾ നിങ്ങൾ പാമ്പിനെ കണ്ടു, പക്ഷേ പാമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാത്തതിനാണോ കണ്ടത്? അല്ല, ഉള്ളതിനെയാണ് കണ്ടത്. ഉള്ളതിനെ വേറൊരു രൂപത്തിൽ ഞാൻ കണ്ടു. അത് എൻ്റെ പരിമിതിയാണ്. എൻ്റെ പരിമിതിയെ ലോകത്തിൻ്റെ പരിമിതിയായി കരുതരുത്. നമ്മുടെ പരിമിതിയുണ്ട്, അതാണ് ലോകത്തിൻ്റെ പരിമിതി എന്ന് പറയാൻ പറ്റുമോ? ചിലരങ്ങനെ പറയും, എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കും കാണാൻ കഴിയില്ല എന്നോ. എങ്ങനെയാണ് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് പറയാൻ കഴിയും? എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയും. അല്ല, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ലോകത്ത് എനിക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ലോകത്ത് ഒരാൾക്കും കാണാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സ്പെക്കുലേറ്റീവ് ഫിലോസഫേഴ്സ്. അവരുടെ പണിയാണത്. ഞാൻ കണ്ടിരിക്കുന്നു, അങ്ങനെ അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊക്കെ തെറ്റയാണ് എന്ന് പറയുന്നത്. അതെങ്ങനെ പറയാൻ കഴിയും അയാൾക്ക്? അയാളത് കണ്ടോട്ടെ, എനിക്കതിനപ്പുറത്തേക്ക് പോകാമല്ലോ. എനിക്കതിനപ്പുറത്തേക്ക് പോകാമല്ലോ. ആ അപ്പുറത്തേക്ക് പോകാനുള്ള എൻ്റെ ഒരു അവകാശമുണ്ട്. അതാണ് ഫ്രീഡം എന്ന് പറയുന്ന സാധനം. ഫ്രീഡം ഓഫ് തോട്ട് എന്നൊക്കെ പറയുന്നത് അതാണ്. എനിക്കതിനപ്പുറത്തേക്ക് പോകാൻ എൻ്റെ അനുഭവത്തിലൂടെ പോകാം. അനുഭവം ഇല്ലെങ്കിൽ പോകരുത്. അനുഭവം ഇല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പരമ മണ്ടത്തരം പറ്റും. കാരണം അനുഭവം ഇല്ലാതെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പഞ്ചസാര എന്ന് കടലാസിൽ എഴുതി വച്ചിട്ട് നക്കിക്കഴിഞ്ഞാൽ മധുരം ഉണ്ടാകില്ല എന്ന് പറയും. നക്കിയാൽ മധുരം ഉണ്ടാകില്ല. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ആയിരിക്കണം. അപ്പോൾ അനുഭവം ആണ് എന്ത്? അറിവിൻ്റെ ആധാരം എന്താണ്? അനുഭവമാണ്. അനുഭവമാണ് അറിവ്. ആ അനുഭവം വരുമ്പോൾ നമുക്കറിവായി. അനുഭവത്തിൽ നിന്നല്ല അറിവ്, അനുഭവം തന്നെയാണ് അറിവ്. എന്താ ചോദിക്കാനുള്ളത്? അപ്പോൾ സത്യം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏത് സത്യം? നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞില്ലേ? ആദ്യം നമ്മൾ എന്തിനാ കണ്ട്? കയറിനെ കണ്ട് പാമ്പെന്ന് വിചാരിച്ചു. അല്ല, കയറിനെ കണ്ടില്ല, പാമ്പിനെ കണ്ടു. വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നത്. പാമ്പിനെ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ധരിച്ചു? അത് പാമ്പാണെന്ന്. അത് സത്യമാണല്ലോ നിനക്ക്. കാരണം അതിൻ്റെ അനുഭവത്തിൻ്റെ എല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അത് എന്തുമായിട്ട് മാറി? കയറായിട്ട് മാറി. അപ്പോൾ അവിടെ പാമ്പുണ്ടായിരുന്നോ?
ഇല്ലായിരുന്നു. പക്ഷേ നീ പാമ്പ് കണ്ടപ്പോൾ അത് നിൻ്റെ അനുഭവമാണ്. അതെ. കയറ് അങ്ങനെ ഇത് കയറാണല്ലോ, തൂങ്ങിച്ചാകാനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു കക്ഷി വന്നിട്ട് പറഞ്ഞത് അതങ്ങനെ കയറല്ല, അത് ദ്രവ്യത്തിൻ്റെ ഒരവസ്ഥാഭേദം മാത്രമാണ് എന്ന് പറഞ്ഞു. അയാളിരുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വേറൊരാൾ പറഞ്ഞ ആ അവസ്ഥാഭേദം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായൊരു കണമാണ്, അതൊരു ഊർജപ്രവാഹമാണെന്ന് പറഞ്ഞു. ഈ ഊർജപ്രവാഹം നമ്മൾ കണ്ടോ? ഇല്ല. പക്ഷെ അയാൾ കണ്ട്. അപ്പം നമ്മുടെ അനുഭവം ഇതല്ല എന്ന് കരുതിയിട്ട് അയാളുടെ അനുഭവം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം അനുഭവത്തിൻ്റെ സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ ആ അനുഭവം തന്നെ അറിവായിട്ട് വരും. അനുഭവമാണ് അറിവ്. ആ അനുഭവം ആവിഷ്കരിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ സൂക്ഷ്മമായ അനുഭവങ്ങളും നമുക്ക് ആവിഷ്കരിക്കപ്പെടാൻ ഭാഷയ്ക്ക് കഴിയാതെ പോകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പരിമിതികൾ, ഇന്ദ്രിയങ്ങളുടെ പരിമിതി. നമുക്ക് ഒരു എത്തിപ്പിടിക്കാൻ കഴിയാത്ത സഹസ്ര രശ്മികളാണുള്ളത് പ്രപഞ്ചത്തിൽ. നമ്മളതിൽ 7 നിറങ്ങൾ ചേർന്നിട്ട് ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ശാസ്ത്രം വന്നിട്ട് പറഞ്ഞ് അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, ബാമ റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, കോസ്മിക് റേസ് ഉണ്ട്, അത് കഴിഞ്ഞും പോകുന്നുണ്ട്, എക്സ്റേ ഉണ്ട്, വൈറേ ഉണ്ട്. നമുക്കൊരു പിടിയില്ല. പക്ഷേ മൊത്തം ഉള്ള ഇത് നമ്മുടെ പരിമിതമായ അറിവിൽ ഇത്രയുണ്ട്. പക്ഷേ ആ അറിവോടുകൂടി രശ്മി സമൂഹം ഇല്ലാതെയാകുന്നില്ല. അപ്പോൾ വേറൊരാൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെ പോകുമ്പോൾ ആ അനുഭവം കൂടുതൽ കൂടുതൽ വ്യാപ്തമായി തീരുകയാണ്. വ്യാപ്തമായി തീരുന്ന അനുഭവം സമഗ്രമായിട്ടും മാറും. അപ്പോൾ സമഗ്രമായി തീരുന്ന അനുഭവമാണ് എന്ത്? സത്യാനുഭവം.